തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ ആരോപണം തള്ളി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ചികിത്സാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരാളും തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ഭാര്യ സിന്ധു 24നോട് പറഞ്ഞു. പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ വേണുവിന് നൽകിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. രേഖകൾ സഹിതം ഡോക്ടേഴ്സ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക നിഗമനം. ഹൃദയാഘാതം സംഭവിച്ച് 24 മണിക്കൂർ കഴിഞ്ഞാണ് രോഗിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ചികിത്സാ കാര്യങ്ങൾ യഥാസമയം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും. വേണു ഓഡിയോ സന്ദേശം അയക്കാനിടയായ സാഹചര്യം എന്താണെന്നും അന്വേഷിക്കും. വേണുവിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റു രോഗികളിൽ നിന്നുകൂടി വിവരം തേടും. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ആരും തങ്ങളെ വിളിച്ചിട്ടില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു 24നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞില്ല, നായ്ക്കളെ നോക്കുന്ന കണ്ണു അത് തന്നെയാണ് ഇപ്പൊ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരാരും ഇതുവരെ എന്നെ ഒന്നും വിളിച്ചു ചോദിച്ചില്ല. എന്നെയും എന്റെ മക്കളെയോ വിളിച്ചു ചോദിക്കാം ആരും ചെയ്തിട്ടില്ല. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്ന കാര്യം DMEയുമായി ആലോചിച്ച് തീരുമാനിക്കും. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനമുയർത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിനോട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിശദീകരണം തേടിയേക്കും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.